വയനാട് ജില്ലാ ആസ്ഥാനത്തെ ഡ്രെയിനേജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ദേശീയപാതയിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ആനപ്പാലം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മാസങ്ങളായിട്ടും പൂർത്തിയാകാത്തത്. കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ഡ്രെയിനേജ് നിർമ്മാണമാണ് മാസങ്ങളായിട്ടും പൂർത്തിയാക്കാത്തത്. ഡ്രെയിനേജ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് ആഴ്ചകളായെങ്കിലും ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇതുമൂലം കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകളും മാനന്തവാടി സുൽത്താൻ ബത്തേരി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും ബസ് സ്റ്റാൻഡിന് പുറത്ത് റോഡിൽ നിർത്തിയിട്ടാണ് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. പൊരിവെയിലത്തും മഴയത്തുമാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ഇതിനു പുറമെയാണ് ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് കൊണ്ടുണ്ടാകുന്ന ഗതാഗത കുരുക്ക്. ബസ് സ്റ്റാൻഡിലേക്കുള്ള ഡ്രെയിനേജിന്റെ പണി തീരാത്തതിന്റെ പേരിൽ ബസ്സുകൾ കയറാത്തത് കൊണ്ടും ഇവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയിട്ട ഒരു സ്ഥിതിയിലാണ്. അവർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കയറാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡ്രെയിനേജിന്റെ പണി തീർത്തു തരണമെന്നാണ്. പൂർത്തിയാകാത്ത ഡ്രെയിനേജ് നിർമ്മാണം മൂലം യാത്രക്കാർക്ക് പുറമെ കച്ചവടക്കാരും ദുരിതത്തിലാണ്. പല വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാൽനട യാത്രക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയുമാണ്. ന്യൂസ് മലയാളം, വയനാട്.